മുസ്ലിങ്ങൾ ആദ്യമായി ഹിജ്റ പോയത് എവിടേക്ക്? അബിസീനിയയിലേക്ക്. ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെ? ജർമ്മനി. ജിബ്രീൽ എന്ന നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ. സൂറത്ത് ത്വാഹയിലെ ആകെ ആയത്തുകളുടെ എണ്ണം 135. ഖുർആൻ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം. മദിയനിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആര്? ശുഐബ് നബി അലൈഹിസ്സലാം. അത്താഴത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: അത്താഴത്തിൽ ബർക്കത്തുണ്ട്. റമദാനിലെ ഫർള് നമസ്കാരങ്ങൾക്കുള്ള പുണ്യം: 70 ഫർള് നമസ്കരിച്ച പുണ്യം. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? കറാഹത്ത്. ലൈലത്തുൽ ഖദർ പരാമർശിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ഖദർ. ഗ്രന്ഥരൂപത്തിൽ ആക്കിയ ഖുർആനിന് മുസ്ഹഫ് എന്ന് പേര് നൽകിയതാര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആനിൻ്റെ 1/4 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറ കാഫിറൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം AD 570. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു ദിവസം റമദാനിൽ ഉണ്ട്. ഏതാണത്? ലൈലത്തുൽ ഖദർ. നോമ്പിൻ്റെ ഫർളുകൾ എത്ര? 2. ഹിജ്റ 8 റമദാൻ മാസം നടന്ന ഇസ്ലാമിലെ വലിയ സംഭവം. മക്ക വിജയം. നോമ്പ് സ്ഥിരപ്പെടാൻ എത്ര പേർ മാസം കാണണം? നീതിമാനായ ഒരു വ്യക്തി. റമദാൻ മാസം നോമ്പിനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തേതാണ് റമദാനിലെ നോമ്പ്? 4. റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നമസ്കാരം ഏത്? തറാവീഹ്. തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണകാലത്താണ്? 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. റമദാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം ഏത്? ഫിത്ർ സക്കാത്ത്. നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങൾ ഏതെല്ലാം? 2 പെരുന്നാൾ ദിനം, അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജ മാസം 11, 12, 13 ദിവസങ്ങൾ. അന്ത്യദിനത്തിൽ മനുഷ്യനു വേണ്ടി ശുപാർശ ചെയ്യുന്ന 2 കാര്യങ്ങൾ: ഖുർആനും നോമ്പും. തന്നിഷ്ടമോ സ്വാർത്ഥമോ മുൻനിർത്തി സംസാരിക്കുകയെന്ന സ്വഭാവമേ നബിക്കില്ല. ഈ ആശയം നൽകുന്ന വചനം ഏതാണ്? വമാ യൻതിഖു അനിൽ ഹവാ. സൂറത്തുൽ സുഖ്റുഫിലെ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? മലക്കുകൾ. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത? സൈനബ് ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ? നൂഹ് നബി അലൈഹിസ്സലാം. ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചതാര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി?
സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 69 തവണ. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട്? 27 തവണ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 12 തവണ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്? 17 സ്ഥലത്ത്. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ ആവർത്തിക്കുന്നു? 7 തവണ. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 4 തവണ. അസ്സലാമു അലൈക്കും എന്ന് ആദ്യം ചൊല്ലിയത് ആര്? ആദം നബി അലൈഹിസ്സലാം. നബി എന്ന അറബി പദത്തിന് മലയാളത്തിൽ സമാനമായി നൽകുന്ന പദം? പ്രവാചകൻ. ഏടുകൾ നൽകപ്പെടുകയും എന്നാൽ ഖുർആനിൽ പേര് പറയപ്പെടാതിരിക്കുകയും ചെയ്ത നബി? സീസ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 43 തവണ. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? 7 തവണ. ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണെന്ന് ഖുർആൻ പരാമർശിച്ച നബി ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല. എങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെക്കുറിച്ച് അവൻ നല്ലവണ്ണം അറിയുന്നവനുമത്രേ. ഈ ആയത്ത് ആരുടെ മരണം ആസന്നമായപ്പോൾ അവതരിച്ചതാണ്? അബൂ ത്വാലിബിൻ്റെ. സൂറത്തുൽ ഖിതാൽ എന്നു പേരുള്ള സൂറത്ത് ഏത്? സൂറ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഹാബികളിൽ 2 പേർ കണ്ടുമുട്ടിയാൽ ഒരു സൂറത്ത് പരസ്പരം ഓതി കേൾപ്പിക്കാതെ അവർ പിരിഞ്ഞു പോവാറില്ല. ഏതാണ് ഈ സൂറത്ത്? സൂറത്തുൽ അസ്ർ.